നമസ്കാരം. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് ബ്രിട്ടൻ്റെ ഒരു F-35 ഇനത്തിൽപ്പെട്ട പോർ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നത്. HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പുറപ്പെട്ട ഈ വിമാനത്തിന് ഇന്ധനം തീർന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് എന്നാണ് അന്ന് നമ്മൾ അറിഞ്ഞ വാർത്ത. എന്നാൽ പിന്നീടാകട്ടെ വിമാനത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ സാങ്കേതിക തകരാറിനെ തുടർന്ന് പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് 2 ആഴ്ചയിലധികമായി ഈ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ടൂറിസം വകുപ്പ് ഈ ഒരു വിമാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നു. കേരളത്തിൽ വന്നാൽ പിന്നെ കേരളം വിട്ടുപോകാൻ തോന്നുകയില്ല എന്ന രീതിയിൽ F-35 വിമാനത്തിൻ്റെ ഒരു AI ജനറേറ്റഡ് ചിത്രമൊക്കെ വെച്ചുള്ള ഒരു പരസ്യമായിരുന്നു. ഈ പരസ്യം പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. കേരളം സുന്ദരമായ പ്രദേശമാണ്, എനിക്ക് തിരിച്ചു പോകേണ്ട, തീർച്ചയായും ശുപാർശ ചെയ്യുന്നു എന്ന് 5 സ്റ്റാറുകളും കൊടുക്കുന്ന നിലയിലാണ് കേരള ടൂറിസം പങ്കുവച്ച പോസ്റ്ററിലുള്ളത്. ഏതായാലും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ഒരു പരസ്യത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രമുഖ മാധ്യമമായ ഡെയിലി മെയിൽ ആണ് ഇത് സംബന്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൊടുത്തിരിക്കുന്നത്. അവരും പറയുന്നത് ഈ പരസ്യം ശരിക്കും വിമാനത്തെ കളിയാക്കുന്നതാണെങ്കിൽ പോലും അതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ വാർത്തയ്ക്ക് ഡെയിലി മെയിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ്: റോയൽ നേവി മോക്ക്ഡ് ബൈ ഇന്ത്യൻ ടൂറിസ്റ്റ് ബോർഡ് ഓവർ 88 million F-35B ലൈറ്റ്നിങ് ജെറ്റ് സ്ട്രാൻഡഡ് ഇൻ ദ കൺട്രി ഫോർ ഓവർ എ ഫോർട്ട്നൈറ്റ് എന്നാണ് അവർ ഇതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം പേർ ഈ ഒരു പരസ്യം കണ്ടു എന്നാണ് ഡെയിലി മെയിൽ തന്നെ പറയുന്നത്. അവർ ബ്രിട്ടീഷ് വ്യോമസേനയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ലഭിച്ച ഉത്തരം ഇതൊരു നല്ല തമാശയായിട്ടാണ് തങ്ങൾക്ക് തോന്നിയത് എന്നാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ആണ് വിമാനത്തിന് അവിടെ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് എന്നും അതൊക്കെ എപ്പോഴും സംഭവിക്കാറുള്ള കാര്യം തന്നെയാണ് എന്നുമാണ് ബ്രിട്ടീഷ് വ്യോമസേനാ വൃത്തങ്ങൾ ഡെയിലി മെയിലിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഡെയിലി മെയിലിൽ ഈ പരസ്യത്തിന് താഴെ വന്ന കമൻറ്റുകളെക്കുറിച്ചൊക്കെ തന്നെ ധാരാളം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതായാലും വിമാനം ഇവിടെ വന്നതിൽ ഇനി ഒഴിച്ചിലും ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് തിരികെ പോയാൽ മതി എന്ന് ചിലർ കമൻ്റ് ഇടുന്നു. മറ്റു ചിലർ പറയുന്നു ഏതായാലും ഓണമൊക്കെ വരെയല്ലേ, ഇനി വള്ളംകളിയെ കണ്ടിട്ട് മടങ്ങിപ്പോകാം. എന്നാൽ മറ്റു ചിലർ പറയുന്നത് നോക്കൂലി വാങ്ങാതെ വിമാനത്തെ വിടരുത് എന്നൊക്കെയാണ്. ഏതായാലും ഈ പരസ്യത്തെ വളരെ തമാശയായിട്ടാണ് പലരും സ്വീകരിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ വാർത്ത നൽകിയിട്ടുള്ളത്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ഒരുപക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടും വാർത്തയാകുന്ന കാലമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ പരസ്യം. F-35 വിമാനം 2 ആഴ്ചയായി ഇപ്പോഴും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി കേൾക്കുന്ന വാർത്ത ഈ വിമാനം പൊളിച്ച് മറ്റൊരു വിമാനത്തിൽ കയറ്റി തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനം പുറപ്പെട്ട യുദ്ധക്കപ്പൽ സിംഗപ്പൂർ മേഖലയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ്. പലതവണ ബ്രിട്ടനിലെ സാങ്കേതിക വിദഗ്ധരും മറ്റും ഇവിടെ വന്ന് ഈ വിമാനം പരിശോധിക്കുകയും മറ്റും ചെയ്തിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മളതിന് സുരക്ഷിതത്വം ഒരുക്കാമെന്നും അതല്ലെങ്കിൽ അതിന് പ്രത്യേക ഹാങ്ങർ ഒരുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും തന്നെ അവർ അതിന് വിസമ്മതിക്കായിരുന്നു. വെയിലും മഴയൊക്കെ കൊണ്ട് ഈ വിമാനം അവിടെ തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. ഏതായാലും താമസിയാതെ വിമാനം കൊണ്ടുപോകും എന്ന് തന്നെ കരുതാം. എന്തായാലും വിദേശ മാധ്യമങ്ങൾ പോലും ഇതൊക്കെ വലിയ തമാശയാക്കി മാറ്റി വലിയ ആഘോഷമാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു വിമാനത്തിന് വലിയ പ്രശ്നമുണ്ടായി അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെ പോലും പരസ്യമാക്കി മാറ്റിയ കേരള സർക്കാരിൻ്റെ ഈ നടപടി ഏതായാലും ആ രീതിയിൽ ആരും വിമർശിക്കുന്നില്ല എങ്കിൽ പോലും ഇത് പലരും തമാശയായിട്ടാണ് എടുത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ നമ്മൾ കാണാറുള്ളത് പോലെ വലിയ വിമർശനങ്ങളൊന്നും ഏതായാലും ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തതിനെക്കുറിച്ച് പറയുന്നില്ല. എല്ലാവരും തമാശ മട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് വിദേശ മാധ്യമങ്ങളും പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യുന്നത്.